गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം അവലോകനത്തിൽ പ്രഥമസ്കന്ധം 1-ാമത്തെ അധ്യായവും 2-ാമത്തെ അധ്യായവും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. 1-ാമത്തെ അധ്യായത്തിൽ ശൗനകാദി മഹർഷിമാർ സുതഗോസ്വാമിയോട് ചോദിച്ചിട്ടുള്ള 6 ചോദ്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും കണ്ടു. 2-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നു. 3-ാമത്തെ ചോദ്യത്തിന് അവസാനത്തെ ശ്ലോകത്തിൽ ഉത്തരം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ 2 ചോദ്യങ്ങൾ വേദങ്ങളുടെ സാരം എന്താണ് എന്നുള്ളതും ഒരു ജീവാത്മാവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മംഗളകരമായിട്ടുള്ള ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള പ്രവൃത്തി പരമധർമ്മം എന്താണ്, ഒരു ജീവാത്മാവിന്റെ പരമധർമ്മം എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 2-ാമത്തെ ചോദ്യം വേദങ്ങളുടെ സാരം എന്താണ്. ഇതിന് രണ്ടിനും മറുപടിയായിട്ട് 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭക്തി, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ചായത് അഹൈതുകം എന്ന 2-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം പറയുന്നു. 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തിർ അദോക്ഷചേ അഹൈതുകി അപ്രതിഹതാൻ യയാത്മാ സുപ്രസീദതി. ഭഗവാൻ വാസുദേവനിലുള്ള ഭക്തിയാണ് വേദങ്ങളുടെ സാരവും ഒരു ജീവാത്മാവിന്റെ പരമമായിട്ടുള്ള ധർമ്മവും രണ്ടും ഒന്നു തന്നെയാണ്. ഭഗവാന്റെ ഭക്തിയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള ഭക്തിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത്, ആ ഭക്തിയിൽ പുരോഗമിക്കുമ്പോഴുണ്ടാകുന്ന മനസ്സിലെ മാറ്റങ്ങൾ എന്തെല്ലാമാണ്, ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവസാനത്തെ ശ്ലോകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിക്കും വസുദേവനും പുത്രനായി അവതരിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം എന്താണ് എന്നുള്ള 3-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു 34-ാമത്തെ ശ്ലോകത്തിൽ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ ലോകത്തിൽ, ഭൗതിക ലോകത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജീവാത്മാക്കളെ, ഭഗവാന്റെ ഭക്തന്മാരെ തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഭഗവാന്റെ മുഖ്യ ഉദ്ദേശം. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയല്ല, തന്റെ ഭക്തന്മാരെ തിരിച്ച്, തന്നെ ആശ്രയിക്കുന്നവരെ തിരിച്ച് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ലീലകളൊക്കെ ചെയ്തിട്ടുള്ളത് ആ ഭക്തന്മാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഭക്തന്മാരെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്നുള്ള കാര്യം അവസാനമായിട്ട് 2-ാമത്തെ അധ്യായത്തിന്റെ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ 3-ാമത്തെ അധ്യായത്തിന്റെ പേര് കൃഷ്ണൻ സർവ്വ അവതാരങ്ങളുടെയും സ്രോതസ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്, ഉറവിടം എന്ന് ഈ അധ്യായത്തിൽ
പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏതേജാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ എന്ന് പറയുന്നുണ്ട്. അതിന്റെ മുന്നേ ഭഗവാന്റെ 22 അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു അവതാരമല്ല, എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് എടുത്തു പറയുന്നതും ഈ അധ്യായത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന്റെ പേര് ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവ്വ അവതാരങ്ങളുടെയും സ്രോതസ് എന്നാണ് 3ാമത്തെ അധ്യായത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇതില് ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. എന്തായിരുന്നു 1 മുതൽ 5 വരെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആർക്കാണ് ഓർമ്മയുള്ളത്? അവതാരങ്ങൾ, പുരുഷാവതാരം. യെസ്, 1 മുതൽ 5 വരെയുള്ള ശ്ലോകത്തിൽ സ്പെസിഫിക് ആയിട്ട് എന്താണ് പറയുന്നത്? ശ്രീകൃഷ്ണ, ഭഗവാൻ അവതാരത്തിന് എണ്ണമില്ല, കടലിലെ തിരമാല പോലെയാണ്, അത് ആനന്ദമാണ്. അങ്ങനെ ഭഗവാൻ ആദ്യ പുരുഷാവതാരമാണ്. ആദ്യ പുരുഷാവതാരം കാരണോദകശായി വിഷ്ണുവാണ്. 16 ഘടകങ്ങളാണ് ഉള്ളത്. ഇങ്ങനെയുള്ളതൊക്കെയാണ് പറഞ്ഞു തന്നിരുന്നത്. അത് മഹത്വത്തില് ആണ് ഉള്ളത്. ഇത് വിഷ്ണുവിന്റെ ശരീരത്തിലാണുള്ളത്. പഞ്ചഭൂതങ്ങൾ, 11 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 1 മനസ്സ്, അങ്ങനെ 11 ഇന്ദ്രിയങ്ങൾ. പിന്നെ ഭഗവാന്റെ രോമകൂപത്തിൽ നിന്നും കോടാനുകോടി പ്രപഞ്ചങ്ങൾ ഉണ്ടായി. ഓരോ പ്രപഞ്ചത്തിലും ഭഗവാൻ പ്രവേശിച്ച് പകുതി വരെ വെള്ളം നിറച്ച് ഗർഭോദകശായി വിഷ്ണുവാണ്. അതിൽ ശയിക്കുന്ന വിഷ്ണുവിൽ താമരത്തണ്ടുള്ളത്. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 5ാമത്തെ ശ്ലോകത്തില് യഥാർത്ഥ ഉറവിടം ഗർഭോദകശായി വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു. യെസ്, അത് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞതാണ്. 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 1 മുതൽ ഭഗവാന്റെ പുരുഷാവതാരത്തെ കുറിച്ച്, ഭഗവാന്റെ പുരുഷാവതാരങ്ങളെ കുറിച്ചാണ് 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് പറയാൻ കാരണം എന്താണ്? എന്തിനാണ് പറഞ്ഞത്? പുരുഷാവതാരം എന്ന് പറഞ്ഞാല് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 6 ചോദ്യങ്ങളിൽ എവിടെയാണ് പുരുഷാവതാരത്തിനെ കുറിച്ച് ചോദിക്കുന്നത്? പുരുഷാവതാരത്തെ കുറിച്ച് വിവരിക്കുന്നത് 2ാമത്തെ അധ്യായത്തിൽ ഗർഭോദകശ വിഷ്ണുവാണ്. പശ്ചന്തോ രൂപം. മഹർഷിമാർ 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പുരുഷാവതാരത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഭഗവാന്റെ സാഹസിക കൃത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. യെസ്, ഭഗവാന്റെ വീരസാഹസിക കൃത്യങ്ങൾ എന്തൊക്കെയാണ്? 4ാമത്തെ ചോദ്യം അല്ലെ? 4ാമത്തെ ചോദ്യം ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളുടെ വീരസാഹസിക കൃത്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശദീകരണമാണ് പുരുഷാവതാരങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. പുരുഷാവതാരങ്ങളിലാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്നത്. ആ സൃഷ്ടി ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വീരസാഹസികമായിട്ടുള്ള കൃത്യങ്ങളാണ്. ആ വീരസാഹസിക കൃത്യങ്ങളെ കുറിച്ച് 4ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ ഭാഗത്ത് പുരുഷാവതാരങ്ങളെ കുറിച്ച് പറയുന്നത്. ബാക്കിയൊക്കെ അതിന്റെ ഡീറ്റെയിൽ ആണ്. പുരുഷാവതാരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പുരുഷാവതാരം ആരായിരുന്നു? കാരണോദകശായി വിഷ്ണു. യെസ്, കാരണോദകശായി വിഷ്ണു ആണ്, മഹാവിഷ്ണു. പിന്നീട് മഹാവിഷ്ണു എന്താണ് ചെയ്തത്? മഹാവിഷ്ണു ആണ് ഈ ഭൗതിക പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. ആ ഭൗതിക പ്രപഞ്ചത്തിനെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗർഭോദകശായി വിഷ്ണു ഓരോ പ്രപഞ്ചത്തിനകത്തേക്കും പ്രവേശിച്ചത്. ആ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടത്. ബ്രഹ്മാവാണ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിച്ച ജീവാത്മാക്കളെ വീണ്ടും
ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതാണ് ഗർഭോദകശായ വിഷ്ണുവിന്റെ വിസ്തരണമായിട്ടുള്ള ക്ഷീരോദകശായ വിഷ്ണു ചെയ്യുന്നത്. അങ്ങനെ 3 പുരുഷാവതാരങ്ങളുണ്ട്. കർണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് വിരാട് പുരുഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ വിരാട് രൂപം ഒരു സാങ്കല്പികമായിട്ടുള്ള ഭൗതിക രൂപമാണ്. ഈ 14 ലോകങ്ങളും എല്ലാ ഗ്രഹവ്യൂഹങ്ങളും എടുത്തു കഴിഞ്ഞാൽ, മുഴുവൻ ഗ്രഹങ്ങളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ഒരു വിരാട് രൂപമായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കൈകളും ആയിരക്കണക്കിന് തലകളും ആയിരക്കണക്കിന് ഉടലും ശരീരവുമുള്ള ഭഗവാന്റെ വിരാട് രൂപമായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. അതൊരു സാങ്കല്പിക രൂപമാണ് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. ആ വിരാട് രൂപത്തിനെ കുറിച്ച് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമ്മളതൊക്കെ പശ്യന്തോ രൂപമതമപചക്ഷുഷ സഹസ്രപാദോരു ഭുജാനത്ഭുതം സഹസ്രമുഖ ശ്രവണാക്ഷിനാസികം സഹസ്രമൂല്യംബര കുണ്ടലോല്ലസ. യെസ്, വിരാട് രൂപത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. ഇവിടെ 3-4 ശ്ലോകങ്ങളിൽ വിരാട് രൂപത്തിനെ കുറിച്ചാണ് പറയുന്നത്. യെസ്, 4-ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ മാതാജി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വിരാട് രൂപത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ക്ഷീരോദകശായ വിഷ്ണുവിനെ കുറിച്ചും പറഞ്ഞു. ഓരോ ജീവാത്മാവിനും പ്രവർത്തിക്കുന്നതിന് ജ്ഞാനം ആവശ്യമാണ്. ഈ ഭൗതിക ലോകം ഒറ്റയ്ക്ക് ഒരു ജീവാത്മാവിനെ കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജീവാത്മാവിനെ സഹായിക്കാൻ വേണ്ടി ഭഗവാൻ പരമാത്മ രൂപത്തിൽ ക്ഷീരോദകശായ വിഷ്ണുവിന്റെ വിസ്തരണമായിട്ട് ഓരോ ജീവാത്മാവിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. പുരുഷാവതാരങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും ബ്രഹ്മാവിന്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് 3-ാമത്തെ സ്കന്ധത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. പിന്നീട് 6-ാമത്തെ ശ്ലോകം മുതൽ 29-ാമത്തെ ശ്ലോകം വ്യത്യസ്ത അവതാരങ്ങൾ. യെസ്, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 27-ാമത്തെ ശ്ലോകം, 6-ാമത്തെ ശ്ലോകം മുതൽ 27-ാമത്തെ ശ്ലോകം വരെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ലീലാവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ വ്യത്യസ്ത ലീലാവതാരങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണ്, ഭഗവാന്റെ മംഗളകരമായിട്ടുള്ള ലീലകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 5-ാമത്തെ ചോദ്യമായിട്ട്. 5-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തുടങ്ങുകയാണ് ഇവിടെ 6-ാമത്തെ ശ്ലോകം മുതൽ 27-ാമത്തെ ശ്ലോകം വരെ. അപ്പൊ ഈ ശ്ലോകങ്ങളിൽ 22 ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. 22 അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷമാണ് 26-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത് ഭഗവാന്റെ അവതാരങ്ങൾക്ക് എണ്ണമില്ല, ഭഗവാന് ധാരാളം അവതാരമുണ്ട്, ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗവത പ്രകാരം ഭഗവാൻ അനേകം അവതാരങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നീട് 28-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ എന്ന് വ്യക്തമായിട്ട് വീണ്ടും എടുത്ത് പ്രസ്താവിക്കുന്നത്. കാരണം 22 അവതാരങ്ങളുടെ കൂട്ടത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു അവതാരമായിട്ട് നമ്മൾ കണക്കാക്കരുത് എന്ന് കരുതിയിട്ട് വ്യാസദേവൻ വീണ്ടും എടുത്തു പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു അവതാരമല്ല, അദ്ദേഹം സ്വയം ഭഗവാനാണ്. ഏതേ ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ യെസ്, ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അംശമോ കലയോ ഒക്കെയാണ്, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിസ്തരണങ്ങളാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിസ്തരണമോ കലയോ ഒന്നുമല്ല, സ്വയം ഭഗവാൻ തന്നെയാണ്. എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായിട്ടുള്ള സ്വയം ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് എടുത്തു പറയുന്നത് 28-ാമത്തെ ശ്ലോകത്തിലാണ്. ഏതേ ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഢയന്തി യുഗേ യുഗേ എന്ന് പറയുന്നു. നമ്മൾക്ക് ആ അവതാരങ്ങൾ ഏതൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. 22 അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓരോന്നായിട്ട് പറയുന്നുണ്ട്. 6-ാമത്തെ ശ്ലോകത്തിൽ 1-ാമത്തെ അവതാരമായിട്ട് പറയുന്നത്
സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാശ്രിത ചചാര ദുശ്ചര്യം ബ്രഹ്മചര്യം അഖണ്ഡിതം എന്നാണ് പറയുന്നത്. കുമാരന്മാരെയാണ് പ്രഥമ അവതാരമായിട്ട് പറയുന്നത്. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാശ്രിത. സർഗത്തിന്റെ സമയത്ത്, ബ്രഹ്മാവിന്റെ സൃഷ്ടിയുടെ സമയത്ത്, സമയത്ത് ബ്രഹ്മാവ് ആദ്യമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് സനത് കുമാരന്മാരെയാണെന്ന് പറയും. 4 കുമാരന്മാരെയാണ് ആദ്യമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത്. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത് കുമാരൻ എന്ന് പറഞ്ഞിട്ട് 4 കുമാരന്മാരെ സൃഷ്ടിച്ചു. അപ്പൊ ബ്രഹ്മാവിന്റെ ഉദ്ദേശം ഈ ലോകം മുഴുവൻ പ്രജകളെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ പ്രജകളെ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി കുമാരന്മാർക്ക് നിർദ്ദേശം നൽകി. പക്ഷെ അവർ അതിന് തയ്യാറായിരുന്നില്ല. അവർക്ക് പൂർണ്ണമായിട്ടുള്ള തപസ്സിൽ മുഴുകാനാണ് താല്പര്യം. അതുകൊണ്ട് അവർ ചെറിയ കുട്ടികളായി തന്നെ ഇരുന്ന് നൈഷ്ഠിക ബ്രഹ്മചാരികളായിട്ടിരുന്നു. ഇവിടെ പറയുന്നുണ്ട് ബ്രഹ്മചര്യം അഖണ്ഡിതം. നൈഷ്ഠിക ബ്രഹ്മചര്യം പാലിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ മാതൃകകളായിട്ടാണ് കുമാരന്മാർ അവതരിച്ചിട്ടുള്ളത്. അവരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കുട്ടികളാണ്. 4-5 വയസ്സുള്ള കുട്ടികളായിട്ടാണ് അവർ എല്ലാ കാലവും ജീവിക്കുന്നത്. ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ് ആദ്യത്തെ അവതാരമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ഭഗവാന്റെ അവതാരം തന്നെയാണ്. അവർ സാധാരണ വ്യക്തികളല്ല. സനത് കുമാരന്മാര് ഭഗവാന്റെ അവതാരമായിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രഥമ അവതാരമായിട്ടാണ് പറയുന്നത്. അപ്പം ഓരോ ശ്ലോകത്തിലും അവരുടെ പേരും പറയുന്നുണ്ട്, അതേപോലെ അവരുടെ കർമ്മവും പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ചത്, എന്ത് മാതൃകയാണ് നമ്മൾക്ക് അവരിൽ നിന്ന് കിട്ടുന്നത്, അതുകൂടി പറയുന്നുണ്ട്. അപ്പം അവരുടെ പേരും പറയുന്നുണ്ട്, അവതാരവും പറയുന്നുണ്ട്, അവതാരത്തിന്റെ കർമ്മവും പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ദുശ്ചരമായിട്ടുള്ള തപസ്യ അനുഷ്ഠിക്കുന്നതിനും ബ്രഹ്മചര്യ അനുഷ്ഠിക്കുന്നതിനും മാതൃകയായിട്ടാണ് കുമാരന്മാർ അവതരിച്ചത് എന്നാണ് പറയുന്നത്. നൈഷ്ഠിക ബ്രഹ്മചര്യത്തിനും തപസ്യയ്ക്കും മാതൃകകളാണ് കുമാരന്മാർ. അവരെയാണ് പ്രഥമ അവതാരമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ അവതാരം 7ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്തെ യജ്ഞേശ സൗകരം വപു. രണ്ടാമത്തെ അവതാരമായിട്ട് പറയുന്നത് സുകരം അവതാരം, ഭഗവാന്റെ വരാഹ അവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നാണ് വരാഹ അവതാരം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇനി വായിക്കും. ബ്രഹ്മാവ് മനുവിനെ സൃഷ്ടിച്ചതിന് ശേഷം മനുവിന് നിർദ്ദേശം നൽകുന്ന സമയത്താണ് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നൊരു വെളുത്ത പൊടി പോലെ പുറത്തേക്ക് വന്നത്, വരാഹാവതാരം. പിന്നീടത് വളർന്നു വലുതായി. ആ സമയത്താണ് ബ്രഹ്മാവിന് മനസ്സിലായത് ഇത് ഭഗവാന്റെ അവതാരമാണ് എന്നുള്ള കാര്യം. ഭഗവാൻ വ്യത്യസ്ത യുഗങ്ങളിൽ വരാഹമായിട്ട് അവതരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ശ്വേതവരാഹമായിട്ടാണ് അവതരിച്ചത് എന്ന് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ അവതാരമായിട്ട് പറഞ്ഞിട്ടുള്ളത് യജ്ഞഭോക്താവായിട്ടുള്ള യജ്ഞേശ സൗകരം വപു എന്നാണ് പറയുന്നത്. സൂകരാവതാരം എന്താണ് വരാഹാവതാരം ചെയ്തത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹി. ഭൂമിദേവി രസാതലത്തിനും അടിയിൽ ഗർഭോദക സമുദ്രത്തിലേക്ക് വീണുപോയ സമയത്ത് വീണ്ടും ആ ഭൂമിദേവിയെ രക്ഷിച്ച് തിരിച്ച് ഭൂമണ്ഡലത്തിൽ എത്തിക്കുക, അതായിരുന്നു സൂകരാവതാരത്തിന്റെ വരാഹാവതാരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട്. അതാണ് വരാഹാവതാരത്തിന്റെ കർമ്മം. ഭൂമിദേവിയെ ഗർഭോദക സമുദ്രത്തിൽ നിന്നും തിരിച്ച് ഭൂമണ്ഡലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് വരാഹ ഭഗവാൻ ചെയ്തിട്ടുള്ളത്. അത് രണ്ടാമത്തെ അവതാരമായിട്ട് പറയുന്നു. മൂന്നാമത്തെ അവതാരം 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. തൃതീയം ഋഷിസർഗം വൈ ദേവർഷിത്വം ഉപേത്യസ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യഥ. മൂന്നാമത്തെ അവതാരമായിട്ട് പറയുന്നത് നാരദ മഹർഷിയാണ്. ഋഷിസർഗം, ബ്രഹ്മാവ് മഹർഷീശ്വരന്മാരെ സൃഷ്ടിച്ചതിന് ശേഷമാണ്, മറ്റു 9 മഹർഷിമാരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് നാരദ മഹർഷിയെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. മരീചി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, അഥർവാൻ ഇങ്ങനെയുള്ള 9 പുത്രന്മാർ
പുത്രന്മാരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് 10ാമത്തെ പുത്രനായിട്ടാണ് നാരദ മഹർഷിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം ഋഷി സർഗം എന്ന് പറയുന്നത് തൃതീയം ഋഷി സർഗം വൈ, ആ ഋഷിമാരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് നാരദ മഹർഷിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. നാരദ മഹർഷി എന്താണ് ചെയ്തത് എന്നും പറയുന്നുണ്ട്. ഭക്തി, ഭഗവാന്റെ ഭക്തി എങ്ങനെ ചെയ്യണം എന്ന് വേദങ്ങളിൽ എവിടെയൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടോ അതെല്ലാം തെരഞ്ഞെടുത്ത് പ്രചരിപ്പിക്കുകയാണ് നാരദ മഹർഷി ചെയ്തിട്ടുള്ളത്. ഭക്തിയുത സേവനത്തിന്റെ ആചാര്യനായിട്ട് യഥാർത്ഥത്തിൽ പറയുന്നത് നാരദ മഹർഷിയാണ്. ഭക്തി പ്രചരിപ്പിക്കുന്നതിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആചാര്യൻ നാരദ മഹർഷിയാണ്. നാരദ പഞ്ചരാത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് നാരദ മഹർഷിയാണെന്ന് ശ്രീല പ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. നമ്മൾ ഫോളോ ചെയ്യുന്നതും ഇസ്കോണിൽ നമ്മൾ പിന്തുടരുന്നതും വിഗ്രഹാരാധനയ്ക്കായിട്ട് പിന്തുടരുന്നത് പഞ്ചരാത്രിക വിധിയാണ് എന്ന് പറയും. നമ്മൾ താന്ത്രിക വിധിയല്ല പിന്തുടരുന്നത്, പാഞ്ചരാത്രിക വിധിയാണ് എന്ന് പറയുന്നത്. ആ പാഞ്ചരാത്രിക വിധിയുടെ കർത്താവായിട്ടുള്ളത്, പാഞ്ചരാത്രിക വിധി നൽകിയിട്ടുള്ളത് നാരദ മഹർഷിയാണ് എന്ന് പറയുന്നു. ആ നാരദ മഹർഷിയാണ് 3ാമത്തെ അവതാരമായിട്ടാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാവിന്റെ പുത്രനാണ് നാരദ മഹർഷി. അപ്പൊ നാരദ മഹർഷിയും ഒരു സാധാരണ വ്യക്തിയല്ല, ഭഗവാന്റെ അവതാരം തന്നെയായിട്ടാണ് ഇവിടെ പറയുന്നത്. 3ാമത്തെ അവതാരം. പിന്നീട് 4ാമത്തെ അവതാരം 9ാമത്തെ ശ്ലോകത്തിൽ നരനാരായണ ഋഷിമാരാണ് 4ാമത്തെ അവതാരം എന്ന് പറയുന്നത്. ആരുടെ പുത്രനായിട്ടാണ് അവതരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ധർമ്മരാജാവിന്റെ പുത്രനായിട്ടാണ് നരനാരായണ ഋഷിമാർ അവതരിച്ചത് എന്ന് പറയുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ട് 4ാമത്തെ സ്കന്ധത്തിൽ. ധർമ്മരാജാവിന്റെ പത്നിമാർ, പ്രസൂതിയുടെ പുത്രിമാരെയാണ് ധർമ്മരാജാവ് വിവാഹം ചെയ്തത്. 13 പുത്രിമാരെയാണ് വിവാഹം ചെയ്തത് എന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള പുത്രിയുടെ മകനായിട്ടാണ്, ഇരട്ട കുട്ടികളായിട്ടാണ് നരനാരായണ മഹർഷിമാര് അവതരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ തപസ് ചെയ്യുന്നതിന്റെ അവതാരമാണ് എന്ന് പറയുന്നു. ഇന്ദ്രിയ നിയന്ത്രണവും തപസ്സിന്റെയും ആചാര്യന്മാരായിട്ടാണ് നരനാരായണ മഹർഷിമാര് അവതരിക്കുന്നത്. നമ്മൾക്ക് ആത്മീയമായിട്ട് വരുന്നതിന് തപസ്സിന്റെ പ്രാധാന്യം കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് നരനാരായണ മഹർഷിമാർ അവതരിച്ചിട്ടുള്ളത്. ധർമ്മദേവന്റെയും മൂർത്തിയുടെയും പുത്രന്മാരായിട്ടാണ് നരനാരായണ ഋഷിമാർ അവതരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. 4ാമത്തെ അവതാരം. പിന്നീട് 5ാമത്തെ അവതാരം 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാച സുയേ സാഖ്യം തത്വഗ്രാമ വിനിർണയം. 5ാമത്തെ അവതാരമായിട്ട് പറയുന്നത് കപില ഭഗവാനെയാണ്. കപില ഭഗവാൻ ആരുടെ പുത്രനായിട്ടാണ് അവതരിച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ടോ? 3ാമത്തെ സ്കന്ധത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആരുടെ പുത്രനായിരുന്നു? കർദമ മഹർഷിയുടെയും ദേവഹൂതിയുടെയും 10ാമത്തെ പുത്രനായിട്ടാണ് കപില ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. ദേവഹൂതി മനുവിന്റെ പുത്രിയാണ് അല്ലെ? മനുപുത്രിയായിട്ടുള്ള ദേവഹൂതിയുടെ പുത്രനായിട്ടാണ് കപില ഭഗവാൻ അവതരിച്ചത്. കപില ഭഗവാൻ എന്താണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. സാഖ്യം തത്വഗ്രാമം വിനിർണയം. സാഖ്യയോഗം പ്രചരിപ്പിച്ചത് കപില ഭഗവാനാണ് എന്ന് പറയുന്നു. നമ്മൾക്ക് സാഖ്യയോഗം വിശദമായിട്ട് നമ്മൾ വായിക്കുകയും ചെയ്തു 3ാമത്തെ സ്കന്ധത്തിൽ. അപ്പൊ സാഖ്യയോഗത്തിന്റെ പിതാവ് കപില ഭഗവാൻ ദേവഹൂതിയുടെയും കർദമ മഹർഷിയുടെയും പുത്രനായിട്ട് അവതരിച്ചു എന്ന് പറയുന്നു. 5ാമത്തെ അവതാരമായിട്ടാണ് ഇവിടെ പറയുന്നത്. 6ാമത്തെ അവതാരം അത്രി മഹർഷിയുടെ പുത്രനായിട്ട് അവതരിച്ചിട്ടുള്ള ദത്താത്രേയനെ കുറിച്ചാണ്. ദത്താത്രേയനാണ് 6ാമത്തെ അവതാരം എന്ന് പറയുന്നത്. അത്രിയുടെയും അനസൂയയുടെയും പുത്രനാണ് ദത്താത്രേയൻ. അത്രി എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ പുത്രനാണ്. അനസൂയ ആരുടെ പുത്രിയാണ്? ഓർമ്മയുണ്ടോ? ദേവഹൂതിയുടെ പുത്രിയാണ്.
യെസ്, ദേവഹൂതിയുടെ 9 പുത്രിമാരിൽ ഒരാളാണ് അനസൂയ. അപ്പോൾ അനസൂയ വിവാഹം ചെയ്തിട്ടുള്ളത് അത്രി മഹർഷിയാണ്. അത്രി മഹർഷി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ. അത്രി മഹർഷി ഈ ലോകത്തിന്റെ നാഥൻ, തൻ്റെ പുത്രനായിട്ട് ലോകത്തിന്റെ നാഥൻ ആയിട്ടുള്ള ഈശ്വരനെ പോലെയുള്ള ഒരു പുത്രൻ തനിക്കുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ 3 നാഥന്മാരും വന്നു, ത്രിമൂർത്തികളും അവതരിച്ചു. അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് 3 പുത്രന്മാരുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ആരൊക്കെയായിരുന്നു അത്രിയുടെ 3 പുത്രന്മാര്? സോമൻ, ദത്താത്രേയൻ, സോമൻ, ദത്താത്രേയൻ, ദുർവാസാവ് അല്ലെ. ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ട് സോമനും മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ദുർവാസാവും ഭഗവാന്റെ അവതാരമായിട്ട് ദത്താത്രേയനും അവതരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദത്താത്രേയൻ എന്താണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ദത്താത്രേയൻ പ്രഹ്ലാദനും അലർക്കനും ആത്മീയജ്ഞാനം നൽകി എന്ന് പറയുന്നു. അതീന്ദ്രിയ വിഷയങ്ങളിൽ അദ്ദേഹം വിവരണങ്ങൾ നൽകി, പ്രഹ്ലാദനും അലർക്കനും എന്ന് പറയുന്നു. സോമൻ, ദത്താത്രേയൻ, പിന്നെ ആരാ ഒരാളും കൂടി? ദുർവാസ മഹർഷി. മഹാദേവന്റെ അംശാവതാരമാണ് ദുർവാസ മഹർഷി. ദത്താത്രേയന് 6ാമത്തെ അവതാരമായിട്ടാണ് ഇവിടെ പറയുന്നത് 11ാമത്തെ ശ്ലോകത്തില്. പിന്നീട് 12ാമത്തെ ശ്ലോകത്തിൽ 7ാമത്തെ അവതാരം പറയുന്നു. തത് സപ്തമ ആകൂത്യം രുചേർ യജ്ഞോഭ്യജായത യമാദ്യേ സുരഗണേ അപാൽ സ്വയം ഭുവാന്തരം എന്ന് പറയുന്നു. അപ്പൊ പ്രജാപതി രുചിയുടെയും ആകൂതിയുടെയും പുത്രനായിട്ട് അവതരിച്ചിട്ടുള്ള യജ്ഞനാണ് 7ാമത്തെ അവതാരം എന്ന് പറയുന്നത്. അപ്പം ആകൂതി ആരാണെന്ന് നമ്മൾക്കറിയാം. ആകൂതി വിവാഹം ചെയ്തിട്ടുള്ളത് രുചി മഹർഷിയാണ്. ആകൂതി മനുവിന്റെ പുത്രിയാണ്, ദേവഹൂതിയുടെ സഹോദരിയാണ്. അപ്പോൾ ആകൂതിയുടെയും രുചി മഹർഷിയുടെയും പുത്രനായിട്ടാണ് യജ്ഞനും ദക്ഷിണയും അവതരിച്ചത് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ യജ്ഞൻ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണ്. ദക്ഷിണ ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യജ്ഞനെയാണ് ഇവിടെ 7ാമത്തെ അവതാരമായിട്ട് പറയുന്നത്. രുചിയുടെയും ആകൂതിയുടെയും പുത്രനായിട്ടുള്ള യജ്ഞൻ 7ാമത്തെ അവതാരമാണെന്ന് പറയുന്നു. യജ്ഞൻ ഒരു സമയത്ത് ഇന്ദ്രലോകം ഭരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ദേവേന്ദ്രനാകാൻ യോഗ്യതയുള്ള വ്യക്തി ജീവാത്മാക്കൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരിട്ട് ഭഗവാൻ തന്നെ യജ്ഞനായിട്ട് ദേവേന്ദ്രനായിട്ട് ഭരിച്ചു എന്ന് പറയുന്നു. യമന്റെ സഹായത്തോടുകൂടി സ്വയംഭൂവ മനുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള യമന്റെ സഹായത്തോടു കൂടി ഇന്ദ്രനായിട്ട് ഭരിച്ചിരുന്നു എന്ന് പറയുന്നു. അത് യജ്ഞനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നീട് 13ാമത്തെ ശ്ലോകത്തിൽ 8ാമത്തെ അവതാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. 8ാമത്തെ അവതാരം ഋഷഭദേവനാണ് എന്നാണ് പറയുന്നത്. ഋഷഭദേവൻ ജനിച്ചിട്ടുള്ളത് മഹാരാജാവ് നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായിട്ടാണ് എന്ന് പറയുന്നു. 8ാമത്തെ അവതാരം എന്ന് പറയുന്നു. അപ്പം എന്താണ് ഋഷഭദേവൻ ചെയ്തത്? ആത്മീയമായിട്ടുള്ള പാത. ഒരു ജീവാത്മാവിന് ആത്മീയമായിട്ട് എങ്ങനെയാണ് ഉയരേണ്ടത് എന്നുള്ള മാതൃക കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഋഷഭദേവൻ അവതരിച്ചത് എന്ന് പറയുന്നു. നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായിട്ടാണ് ഋഷഭദേവൻ അവതരിച്ചിട്ടുള്ളത്. 8ാമത്തെ അവതാരമായിട്ടാണ് ഇവിടെ പറയുന്നത്. 9ാമത്തെ അവതാരം പൃഥു മഹാരാജാവിനെ കുറിച്ചാണ് പറയുന്നത്. പൃഥു മഹാരാജാവാണ് 9ാമത്തെ അവതാരം എന്നാണ് പറയുന്നത്. പൃഥു മഹാരാജാവ് യഥാർത്ഥത്തിൽ ധ്രുവ മഹാരാജാവിന്റെ പിൻഗാമിയായിട്ടാണ് അവതരിക്കുന്നത്. ധ്രുവ മഹാരാജാവിന്റെ അതേ വംശത്തിലാണ് പൃഥു മഹാരാജാവും അവതരിക്കുന്നത്. അംഗമഹാരാജാവിന്റെ പുത്രനായിട്ടുള്ള വേനന്റെ ശരീരത്തിൽ നിന്നാണ് പൃഥു മഹാരാജാവ് അവതരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്.
അതേപോലെ ആ പൃഥു മഹാരാജാവ് ഒരു രാജാവ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു രാജാവിന്റെ കടമകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അവതാരമാണ് പൃഥു മഹാരാജാവിന്റെ അവതാരം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഭൂമിയെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ഭൂമിയിൽ എങ്ങനെയാണ് കൃഷി ചെയ്ത് വിളവ് എടുക്കേണ്ടത്, ഇതൊക്കെ കാണിച്ചു തരുന്ന അവതാരമാണ് പൃഥു മഹാരാജാവ് എന്ന് പറയുന്നത്. പൃഥു മഹാരാജാവിനെ ഇവിടെ ഒമ്പതാമത്തെ അവതാരമായിട്ടാണ് പറയുന്നത്. 10ാമത്തെ അവതാരമായിട്ടാണ് മത്സ്യ അവതാരത്തിനെ കുറിച്ച് പറയുന്നത്. 15ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ചക്ഷുഷ മനുവിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള സമ്പൂർണ്ണ പ്രളയത്തിൽ സമഗ്ര ലോകവും ജലത്തിൽ ആഴ്ത്തപ്പെട്ടപ്പോൾ ഭഗവാൻ മത്സ്യാവതാരം സ്വീകരിക്കുകയും വൈവസ്വത മനുവിനെ ഒരു വഞ്ചിയിലാക്കി ജലപ്പരപ്പിൽ തന്നെ പരിരക്ഷിക്കുകയും ചെയ്തു. വ്യത്യസ്തമായിട്ടുള്ള ഓരോ മനുക്കന്മാരും വരുന്ന സമയത്ത് ഓരോ പ്രളയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു താൽക്കാലിക പ്രളയം, ഓരോ മന്വന്തരം കഴിയുന്ന സമയത്തും ഓരോ പ്രളയം ഉണ്ടാകും എന്ന് പറയുന്നു. ഒരു ബ്രഹ്മാവിന്റെ പകൽ സമയത്ത് 14 മനുക്കന്മാർ വരുന്നുണ്ട്. ഓരോ മനുവിന്റെയും കാലഘട്ടത്തിനെയാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. ഒരു മനുവിന് 72 യുഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 72 യുഗങ്ങളാണ് ഒരു മന്വന്തരം. ആ 72 യുഗങ്ങൾ കഴിയുന്ന സമയത്ത് ഒരു ചെറിയ പ്രളയം ഉണ്ടാകും. ആ പ്രളയത്തിന് ശേഷമാണ് അടുത്ത മനു വരുന്നത്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് 7ാമത്തെ മനുവിന്റെ കാലഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത്. വൈവസ്വത മനു, ഇമാം വിവസ്വത യോഗം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യന്റെ പുത്രനായിട്ടുള്ള മനു, ആ വൈവസ്വത മനുവാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇതിന്റെ മുന്നേ 6 മനുക്കന്മാര് ഭരിച്ചിട്ടുണ്ടായിരുന്നു. സ്വയംഭവ മനു, സ്വരോജിഷ മനു, ഉത്തമ മനു, തപസ്, രൈവതൻ, ചക്ഷുഷൻ എന്ന് പറഞ്ഞിട്ട് 6 മനുക്കന്മാർ. അതിൽ ഈ വൈവസ്വത മനുവിന്റെ തൊട്ട മുന്നേയുള്ള മനുവിന്റെ പേരാണ് ചക്ഷുഷ മനു എന്ന് പറയുന്നത്. ആ ചക്ഷുഷ മനുവിന്റെ അവസാന കാലത്ത് പ്രളയമുണ്ടായി. ആ സമയത്ത് അടുത്ത മനുവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വൈവസ്വത മനുവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ മത്സ്യമായിട്ട് അവതരിച്ചത് എന്ന് പറയും. അപ്പൊ 10ാമത്തെ അവതാരമായിട്ട് ഇവിടെ മത്സ്യ അവതാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പിന്നീട് 11ാമത്തെ അവതാരമായിട്ട് പറയുന്നത് കൂർമാവതാരത്തിനെ കുറിച്ചാണ്. ദേവാസുരന്മാർ യോജിച്ചു ചേർന്ന് പാലാഴി മഥനം ചെയ്ത സമയത്ത് ആ പാലാഴി മഥനത്തിൽ ഘടകോലായിട്ട് ഉപയോഗിച്ചിരുന്ന മന്ധരപർവ്വതത്തിനെ താങ്ങി നിർത്തുന്നതിന് ഭഗവാൻ തന്നെ കൂർമ്മമായിട്ട് അവതരിച്ചു, ഒരു ആമയുടെ രൂപത്തിൽ അവതരിച്ചു എന്ന് പറയുന്നു. ആ ആമയുടെ രൂപത്തിലുള്ള അവതാരമാണ് 11ാമത്തെ അവതാരമായിട്ട് ഇവിടെ പറയുന്നത്. ആ കൂർമാവതാരത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുന്നു, മന്ധരപർവ്വതത്തിനെ താങ്ങി നിർത്താൻ ആവശ്യമായിട്ടുള്ള മന്ധരപർവ്വതത്തിനെ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ കൂർമാവതാരമായിട്ട് അവതരിച്ചത് എന്ന് പറയുന്നു. അപ്പം കൂർമാവതാരത്തിന് ഇവിടെ 11ാമത്തെ അവതാരമായിട്ടാണ് പറയുന്നത്. യെസ്. ഇപ്പൊ 11 അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി 11 അവതാരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ക്ലിയർ ആവുന്നില്ലല്ലോ. 11ാമത്തെ ശ്ലോകം ഒന്ന് വിശദീകരിച്ചു തരുമോ? 11ാമത്തെ ശ്ലോകം ഭഗവാന്റെ 6ാമത്തെ അവതാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദത്താത്രേയനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ദത്താത്രേയനെ കുറിച്ച് നമ്മൾ നേരത്തെ
കേട്ടിട്ടുണ്ട്. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായിട്ടാണ് ഭഗവാൻ ദത്താത്രേയനായിട്ട് അവതരിച്ചിട്ടുള്ളത്. ആ ദത്താത്രേയൻ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അലർക്കനും പ്രഹ്ലാദനും മറ്റുള്ളവർക്കും അതീന്ദ്രിയ വിഷയങ്ങൾ അദ്ദേഹം അരുളി ചെയ്തു എന്നാണ് പറയുന്നത്. അലർക്കൻ, പ്രഹ്ലാദൻ എന്നുള്ള ഭക്തന്മാർക്ക് ഭഗവാൻ നേരിട്ട് ആത്മസാക്ഷാത്കാരത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദത്താത്രേയ മഹർഷി ജ്ഞാനത്തിന്റെ അവതാരമാണ്, ജ്ഞാനം പകർന്നു നൽകുന്ന അവതാരമാണ്. അത് 6ാമത്തെ അവതാരമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. 7 മനുക്കന്മാരുടെ പേരൊന്ന് പറയാവോ? 7 മനുക്കന്മാരുടെ പേര് 14 മനുക്കന്മാരാണുള്ളത്. അതിന്റെ മുന്നേ 6 മനുക്കന്മാരുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 7ാമത്തെ മനുവായിട്ടുള്ള വൈവസ്വത മനുവിന്റെ കാലഘട്ടത്തിലാണ്. ആദ്യത്തെ മനു സ്വയംഭവ മനു, 2ാമത്തെ മനു സ്വരോചിഷ മനു, 3ാമത്തെ മനു ഉത്തമൻ, 4ാമത്തെ മനു തപസ്, 5ാമത്തെ മനു രൈവതനാണ് 5ാമത്തെ മനു. 6ാമത്തെ മനുവാണ് ചക്ഷുഷൻ, ഈ തൊട്ട മുന്നേയുള്ള മനു, ചക്ഷുഷ മനു. ഇപ്പോഴത്തെ മനു വൈവസ്വത മനു. 8ാമത്തെ മനു സാവർണി. 9ാമത്തെ മനു ദക്ഷസാവർണി. 10ാമത്തെ മനു ബ്രഹ്മസാവർണി. 11ാമത്തെ മനുവാണ് ധർമ്മസാവർണി. 12ാമത്തെ മനു രുദ്രസാവർണി. 13ാമത്തെ മനു ദേവസാവർണി. 14ാമത്തെ മനു ഇന്ദ്രസാവർണി. അങ്ങനെ 14 മനുക്കന്മാരാണ് ബ്രഹ്മാവിന്റെ ഒരു പകലില് ഉണ്ടാവുന്നത്. പിന്നെ സപ്തർഷികളുടെ പേരുകളും കൂടി ഒന്ന് പറയൂ പ്രഭു. സപ്തർഷിമാരുടെ പേര് വസിഷ്ഠൻ, കശ്യപൻ, അത്രി, ജമദഗ്നി, ഗൗതമൻ, വിശ്വാമിത്രൻ. സപ്തർഷിയാണല്ലോ. വിശ്വാമിത്രൻ, ഭരദ്വാജൻ. ഇത് ഓരോ മന്വന്തരത്തിൽ മാറി വരില്ല. ഓരോ മന്വന്തരത്തിലും മാറി വരും. ഇതിപ്പം നമ്മുടെ ഇപ്പോഴത്തെ സപ്തർഷിമാരുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി പറയൂ ഗുരുജി. വസിഷ്ഠൻ, കശ്യപൻ, ഗൗതമൻ, വിശ്വാമിത്രൻ, ഭരതൻ, പിന്നെ ആരാണ്? അത്രി മഹർഷി. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള അത്രി മഹർഷി അല്ലെ? അത്രി മഹർഷിയുടെ പുത്രനായിട്ടാണ് ദത്താത്രേയൻ അവതരിച്ചത് എന്ന് പറയും. അത്രിയുടെയും അനസൂയയുടെയും പുത്രനായിട്ടാണ് ദത്താത്രേയൻ അവതരിച്ചത് എന്ന് പറയും. ഇവിടെ 6ാമത്തെ അവതാരമായിട്ട് ദത്താത്രേയനെ കുറിച്ച് പറയുന്നു. സപ്തർഷികള് 2, 4, 6 ആയിട്ടുള്ളൂ. ഭരദ്വാജൻ എഴുതി. വസിഷ്ഠൻ, കശ്യപൻ, അത്രി, ജമദഗ്നി മഹർഷി. ഓക്കെ. ഗൗതമൻ, വിശ്വാമിത്രൻ, ഭരദ്വാജൻ. ഭയങ്കര ഹരേ കൃഷ്ണ പ്രഭുജി. വരാഹാവതാരത്തിന് ഹിരണ്യാക്ഷനെ കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നില്ലേ? യെസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശ്വേതവരാഹ കൽപ്പത്തിലുള്ള വരാഹ അവതാരത്തിനെ കുറിച്ചാണ്. അപ്പൊ ശ്വേതവരാഹ അവതാരത്തിൽ യഥാർത്ഥത്തിൽ ഹിരണ്യാക്ഷൻ ഉണ്ടായിരുന്നില്ല. വേറെ മന്വന്തരത്തിലാണ്. ആദ്യത്തെ മന്വന്തരത്തിൽ സ്വയംഭുവ മനുവിന്റെ മന്വന്തരത്തിലാണ് ശ്വേതവരാഹം, അതായത് വരാഹം വ്യത്യസ്ത നിറങ്ങളിൽ അവതരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശ്വേതവരാഹം വെളുത്ത നിറത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. പിന്നീട്
ചക്ഷുമന്നന്തരത്തിലാണെന്ന് തോന്നുന്നു. പിന്നീട് ഭഗവാൻ ചുവന്ന നിറത്തിൽ അവതരിച്ച സമയത്താണ് ഹിരണ്യാക്ഷനെ വധിക്കുന്നത്. രക്തവരാഹം അല്ലേ? Yes. ഹരേ കൃഷ്ണ പ്രഭുജി, നാരദ മഹർഷിയുടെ പറഞ്ഞപ്പോഴ് 9 മഹർഷിമാരെ സൃഷ്ടിച്ചതിന് ശേഷം നാരദ മഹർഷിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 9 പേര് ഇപ്പം നമ്മൾ സപ്തർഷികളുടെ കാര്യം പറഞ്ഞത് തന്നെയാണോ? 9 മഹർഷിമാര് നമ്മള് കേട്ടിട്ടുണ്ട്. ദേവഹൂതിയുടെ പുത്രിമാരെ വിവാഹം ചെയ്തിട്ടുള്ള മഹർഷിമാർ മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, അതേപോലെ ദക്ഷൻ, ഇങ്ങനെ 9 പേരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് നാരദ മഹർഷി നാരദ മഹർഷിയെ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. യെസ്. ഹരേ കൃഷ്ണ പ്രഭുജി, 2-3 സംശയമുണ്ട്. ഒന്ന്, കപില ഭഗവാന്റെ അച്ഛൻ എന്ന് പറഞ്ഞ മഹർഷിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല.